രാഷ്ട്രീയ നാടകങ്ങളുടെ പുതിയ അധ്യായങ്ങൾ ദിവസേന അരങ്ങേറുന്ന നമ്മുടെ നാട്ടിൽ ഏറ്റവും ഒടുവിലായി പൊളിഞ്ഞു വീണ ഒരു കപട പ്രകൃതി സ്നേഹത്തിന്റെ കഥയുമായാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ ഈ തന്ത്രപ്രധാനമായ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയുമായി ശക്തമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ച വിവരം പുറത്തു വന്ന ഉടൻ ക്യാമറയും തൂക്കി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് വണ്ടി കയറിയ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ കണ്ടതല്ലേ. കേന്ദ്രം ഒരു വലിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു, അതിന്റെ പിന്നാലെ തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധി അങ്ങോട്ട് ഓടിയെത്തുന്നു. വികസനത്തിന്റെ ഓരോ ചുവടിലും കോർപ്പറേറ്റുകളെ മാത്രം സ്വപ്നം കാണുന്ന ആ നേതാവിന് പക്ഷെ ഇത്തവണയിൽ വലിയ തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിക്കെതിരെ ജനങ്ങളെ ഇളക്കിവിടാൻ നോക്കിയ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ദ്വീപ് നിവാസികൾ തന്നെ നേരിട്ട് നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഈ കപട നാടകങ്ങളുടെ പിന്നാമ്പുറ കാഴ്ചകളും നരേന്ദ്രമോദി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള വികസന കുതിപ്പും നമുക്ക് വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. ഇത്രയും കാലം ഇല്ലാത്ത എന്ത് വലിയ പ്രകൃതി സ്നേഹമാണ് ഇപ്പോൾ പെട്ടെന്ന് രാഹുൽ ഗാന്ധിക്ക് ഗ്രേറ്റ് നിക്കോബാറിനോട് തോന്നിയിരിക്കുന്നത് എന്നാലോചിക്കേണ്ടതുണ്ട്. വയനാട്ടിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴോ രാജ്യം ഭരിച്ച പതിറ്റാണ്ടുകളിൽ സ്വന്തം സർക്കാർ കാടുകളും പുഴകളും നശിപ്പിച്ച് വമ്പൻ പദ്ധതികൾക്ക് അനുമതി നൽകിയപ്പോഴോ ഇല്ലാത്ത എന്ത് വികാരമാണ് ഇപ്പോൾ ഈ ദ്വീപിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. അവിടെ പോയി മരങ്ങളെ കെട്ടിപ്പിടിച്ചും തലമുറകളായി വളർന്നു വന്ന കാടുകളെ ഓർത്ത് കണ്ണീരൊഴുക്കിയും രാഹുൽ ഗാന്ധി നടത്തിയ പ്രകടനങ്ങൾ വെറുമൊരു രാഷ്ട്രീയ നാടകം മാത്രമായിരുന്നു എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദി സർക്കാർ രാജ്യ നന്മയ്ക്കായി എന്ത് ചെയ്താലും അതിനെ അദാനിയുടെ അക്കൗണ്ടിൽ എഴുതി വെച്ച് ജനങ്ങളിൽ ഭീതി പടർത്തുക എന്ന സ്ഥിരം തന്ത്രമാണ് ഇവിടെയും പ്രതിപക്ഷം പയറ്റിയത്. എന്നാൽ ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു അടുത്തതായി അവിടെ സംഭവിച്ചത്. പദ്ധതി വന്നാൽ ദ്വീപ് നശിക്കും, ഗോത്രവർഗ്ഗക്കാർ തെരുവിലാകും എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയും കൂട്ടരും വലിയ തോതിൽ ഭീതി പരത്താൻ നോക്കിയെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ജനങ്ങൾക്ക് ദോഷകരമായ ഒരു പദ്ധതിയാണെങ്കിൽ സ്വന്തം മണ്ണിൽ അത് നടപ്പിലാക്കാൻ അവിടുത്തെ ജനങ്ങൾ സമ്മതിക്കുമോ എന്ന് ചിന്തിക്കണം. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി നേരിട്ട് ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ വ്യക്തമായത് ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയെക്കുറിച്ച് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വലിയ ആവേശത്തിലാണെന്നാണ്. തങ്ങളുടെ നാട് വികസിക്കാൻ പോകുന്നു, പുതിയ തൊഴിലവസരങ്ങൾ വരാൻ പോകുന്നു, വരും തലമുറയ്ക്ക് വലിയ സാമ്പത്തിക ഭദ്രത ഉണ്ടാകാൻ പോകുന്നു എന്ന തിരിച്ചറിവ് ദ്വീപ് നിവാസികൾക്കുണ്ട്. ഗോത്രവർഗ്ഗക്കാരെ എന്നും പട്ടിണിയിലും ഇരുട്ടിലും നിർത്തി വോട്ട് ബാങ്കാക്കി മാറ്റിയ കോൺഗ്രസിന്റെ കപട കണ്ണീരിനേക്കാൾ അവർ വിശ്വസിച്ചത് മോദി സർക്കാരിന്റെ വികസന ഉറപ്പുകളെയാണ്. ഇതോടെ പ്രതിപക്ഷത്തിന്റെ അജണ്ടകൾ പൂർണ്ണമായും പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന തന്ത്രപ്രധാനമായ നീക്കങ്ങളിലൊന്നാണ് ഈ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി. കിഴക്ക് പടിഞ്ഞാറ് അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് വെറും 40 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള ഗലാത്തിയ ബേ തുറമുഖത്തിന്റെ പണി 2028 ആരംഭിക്കുകയാണ്. ഇത് വെറുമൊരു തുറമുഖമല്ല, മറിച്ച് അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കുന്ന ഒന്നാണ്. ഒരിക്കൽ ഈ പദ്ധതി പൂർത്തിയായാൽ അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റിനായി ഇന്ത്യക്ക് സിംഗപ്പൂരിനെയോ കൊളംബിയയോ പോലുള്ള മറ്റ് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല എന്ന വലിയ നേട്ടമാണ് മോദി സർക്കാർ രാജ്യത്തിന് സമ്മാനിക്കുന്നത്. വരും ദശകങ്ങളിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും ഈ പദ്ധതി എത്രത്തോളം നിർണായകമാണെന്ന് ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിക്ക് മാത്രമേ മനസ്സിലാകൂ. ഈ പദ്ധതി വെറും വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് വലിയൊരു വിപ്ലവമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഒന്നാമതായി ഇവിടെ വരുന്ന അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര വ്യാപാരത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതും. ഇതിന്റെ പ്രകമ്പനം ദക്ഷിണ ചൈന കടലിൽ വരെ പ്രതിഫലിക്കും. ചൈനയുടെ ഭൂരിഭാഗം കപ്പലുകളും കടന്നു പോകുന്ന മലാക്ക കടലിടുക്കിന് തൊട്ടടുത്താണ് ഈ ദ്വീപ് കിടക്കുന്നത് എന്നതിനാൽ ഇവിടെ ഇന്ത്യ ശക്തമായ ഒരു പോർട്ടും സൈനിക താവളവും നിർമ്മിക്കുമ്പോൾ ചൈനയുടെ നെഞ്ചെടുപ്പാണ് കൂടുന്നത്. അപ്പോൾ പിന്നെ ഈ പദ്ധതിയെ എതിർക്കുന്ന രാഹുൽ ഗാന്ധി ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് ജനങ്ങൾ ചോദിച്ചാൽ അവർ കുറ്റം പറയാൻ ഒക്കുമോ? ഇതിനൊപ്പം മണിക്കൂറിൽ 4000 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള അത്യാധുനിക ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവളവും വിനോദസഞ്ചാര മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പുതിയ പദ്ധതികളും പരിസ്ഥിതിക്ക് ഒട്ടും കോട്ടം തട്ടാത്ത രീതിയിൽ പ്രകൃതിവാതകവും സൗരോർജ്ജവും ഉപയോഗിക്കുന്ന വലിയൊരു ഹൈബ്രിഡ് പവർ പ്ലാന്റും ഇതിന്റെ ഭാഗമായി വരികയാണ്. പരിസ്ഥിതിക്ക് വലിയ നാശം വരും, കടലാമകളും നശിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു പ്രതിപക്ഷത്തിന്റെ വലിയ കൂവിവിളികൾ. എന്നാൽ കേന്ദ്ര സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ എല്ലാത്തരം പാരിസ്ഥിതിക ആശങ്കകളും വസ്തുതാപരമായി പരിഹരിച്ചുകൊണ്ടാണ്. പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും കൃത്യമായി പരിശോധിച്ചും പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള മുൻകരുതലുകൾ എടുത്തുമാണ് മുന്നോട്ട് പോകുന്നത്. വികസനവും പരിസ്ഥിതിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ മോദി സർക്കാരിന് കൃത്യമായി അറിയാം. അതിന് രാഹുൽ ഗാന്ധിയെ പോലെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പ്രകൃതി സ്നേഹം അഭിനയിക്കേണ്ട ആവശ്യമില്ല. രാജ്യത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്താൻ പരിസ്ഥിതിയെ ഒരു ആയുധമാക്കുകയാണ് ഇവിടെ പ്രതിപക്ഷം ചെയ്യുന്നത്.
ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകുന്ന, രാജ്യത്തേക്ക് വൻതോതിൽ വിദേശ നാണ്യം എത്തിക്കുന്ന ഈ പദ്ധതിയെ തകർക്കാൻ നോക്കുന്നത് രാജ്യദ്രോഹത്തിന് തുല്യമല്ലേ? എവിടെയൊക്കെ ഇന്ത്യ വളരാൻ ശ്രമിക്കുന്നുവോ അവിടെയൊക്കെ തടസ്സവാദങ്ങളുമായി വരിക എന്നത് കോൺഗ്രസിന്റെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകൾ ജനങ്ങൾ പുച്ഛിച്ച് തള്ളിക്കഴിഞ്ഞു. കാരണം ജനങ്ങൾക്ക് വേണ്ടത് നാടിന്റെ പുരോഗതിയാണ്, അല്ലാതെ വോട്ടിന് വേണ്ടി മാത്രം കാണിക്കുന്ന കപട നാടകങ്ങളല്ല. അതുകൊണ്ടാണ് മോദിയുടെ ഈ പദ്ധതിയെ അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചത്. ഇത്തരം തരം താഴ്ന്ന രാഷ്ട്രീയ കളികൾ ഇനി വിലപ്പോവില്ല എന്ന് ഗ്രേറ്റ് നിക്കോബാറിലെ ജനങ്ങൾ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് അത്രമേൽ ദോഷകരമായ ഒരു പദ്ധതിയാണെങ്കിൽ സ്വന്തം മണ്ണിൽ അത് നടപ്പിലാക്കാൻ അവിടുത്തെ ജനങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ തന്നെ പറയുക. തങ്ങളുടെ ജീവിതവും ജീവനോപാധിയും തകർക്കുന്ന ഒന്നാണെങ്കിൽ ദ്വീപ് നിവാസികൾ അതിനെതിരെ കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? ഒരിക്കലുമില്ല. ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടുത്തെ നിവാസികൾ ഈ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ്. അതായത് സാധാരണക്കാരായ ജനങ്ങൾ വലിയ ആവേശത്തിലാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ. പദ്ധതി വന്നാൽ ഒരുപാട് നേട്ടങ്ങൾ അവർക്കും ഉണ്ടാവും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. കൃത്യമായ പഠനങ്ങളോ ദീർഘവീക്ഷണമോ ഇല്ലാതെ കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം വികസന പദ്ധതികളെ എതിർക്കുന്ന പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾ ഇനി ഇന്ത്യയിൽ വിലപ്പോകില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഗ്രേറ്റ് നിക്കോബാറിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. വികസന വിരുദ്ധതയെ പ്രകൃതി സ്നേഹത്തിന്റെ മുഖംമൂടി അണിയിച്ച് ജനങ്ങൾക്കിടയിൽ ഭീതിയും അവിശ്വാസവും വിതയ്ക്കാൻ നോക്കിയ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും കപട നാടകങ്ങൾക്കാണ് ദ്വീപ് നിവാസികൾ തന്നെ ഇപ്പോൾ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ഘട്ടത്തിൽ തന്നെ അങ്ങോട്ട് ഓടിയെത്തി വിവാദങ്ങൾ സൃഷ്ടിക്കാൻ നോക്കിയവർക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ അനുകൂല പ്രതികരണം വലിയൊരു തിരിച്ചടിയാണ്. ജനങ്ങൾക്ക് ദോഷകരമായ ഒന്നാണെങ്കിൽ അവർ അതിനെ സ്വാഗതം ചെയ്യില്ലെന്ന ലളിതമായ യുക്തി പോലും തിരിച്ചറിയാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല എന്നത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.